ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം നമുക്ക് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മുടെ ഇന്നത്തെ ലോകം എങ്ങനെയായിരിക്കും? ഒരുപക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകമേ ആയിരിക്കില്ല അല്ലേ? ശരി, അത്തരമൊരു ചിന്തയിൽ നിന്ന് തുടങ്ങുന്ന ഒരു കിടിലൻ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനൊരു അവസരം കിട്ടിയെന്നിരിക്കട്ടെ. ചരിത്രത്തിലെ ഒരു വലിയ തെറ്റ് തിരുത്താൻ നിങ്ങൾ എന്തു ചെയ്യും? ഒരു യുദ്ധം ഒഴിവാക്കുമോ? അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം തടയുമോ? നമ്മുടെ കഥാനായകനും കിട്ടുകയാണ് അതേപോലൊരു അവസരം. അപ്പൊ ഇതാണ് നമ്മുടെ ഹീറോ ആര്യൻ. ഒരു സാധാരണക്കാരനല്ല കേട്ടോ, ഒരു ബ്രില്യന്റ് സയന്റിസ്റ്റാണ്. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് അവസാനം ചരിത്രത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു വഴി, ഒരു ടൈം മെഷീൻ അയാൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ആര്യന്റെ ലക്ഷ്യമെന്താണെന്നോ? അത് ചെറിയ കഴിയൊന്നുമല്ല. മനുഷ്യരാശിയെ ഇത്രയധികം വേട്ടയാടിയ ആ ലോകമഹായുദ്ധങ്ങളില്ലേ, അതിനെ ചരിത്രത്തിൽ നിന്നു തന്നെ അങ്ങ് മായ്ച്ചു കളയുക. എന്നിട്ടോ സമാധാനം നിറഞ്ഞ ഒരു പുതിയ ലോകമുണ്ടാക്കുക. ശരിക്കും നല്ലൊരു ഉദ്ദേശം തന്നെ അല്ലേ? അങ്ങനെ ആര്യൻ തന്റെ ആ ചരിത്രപരമായ ദൗത്യത്തിന് തുടക്കം കുറിക്കുകയാണ്. പക്ഷേ ഈ ലോകത്തെ മാറ്റിമറിക്കാൻ അയാൾ തിരഞ്ഞെടുത്തത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വളരെ ലളിതമായി തോന്നുന്ന രണ്ട് വഴികളായിരുന്നു. അപ്പോ എന്തായിരുന്നു ആര്യന്റെ പ്ലാൻ എന്നല്ലേ? വളരെ സിമ്പിൾ. ഒന്ന്, 1907 വിയന്നയിലേക്ക് പോയി ഒരു യുവ കലാകാരനെ സഹായിക്കണം. 2, 1666 ഇംഗ്ലണ്ടിലേക്ക് പോയി ഒരു ചെറിയ അപകടം ഒഴിവാക്കണം. ഇതെങ്ങനെയാണ് ലോകത്തെ മാറ്റാൻ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. നമുക്ക് നോക്കാം. അപ്പോ ആര്യന്റെ ആദ്യത്തെ സ്റ്റോപ്പ് 1907 വിയന്ന. അവിടെ ആർട്ട് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാതെ നിരാശനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അയാൾ കണ്ടെത്തുന്നു. എന്നിട്ട് അയാളെ നന്നായി ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുന്നു. ആ ചെറുപ്പക്കാരന്റെ പേരെന്തായിരുന്നെന്നോ? അഡോൾഫ് ഹിറ്റ്ലർ. യെസ്, ആര്യന്റെ സഹായത്തോടെ ഹിറ്റ്ലർ ഒരു വലിയ ചിത്രകാരനായി മാറി. അതോടെ ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഒരു ഏകാധിപതിയുടെ കഥ അവിടെ തീർന്നു. അടുത്ത മിഷൻ അതിലും സിമ്പിളായിരുന്നു. 1666 യാത്ര ചെയ്ത് ഒരു മരച്ചുവട്ടിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ഐസക് ന്യൂട്ടന്റെ തലയിലേക്ക് വീഴാൻ പോയ ഒരു ആപ്പിൾ. ആര്യൻ അത് കറക്റ്റ് സമയത്ത് പിടിച്ചു, അത്രയുള്ളൂ. പക്ഷെ ആ ഒരൊറ്റ നീക്കത്തോടെ ഗുരുത്വാകർഷണ നിയമം എന്ന മഹത്തായ കണ്ടെത്തൽ തന്നെ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. അപ്പോ 2 മിഷനും സക്സസ്. ആര്യൻ വലിയ സന്തോഷത്തോടെയും സംതൃപ്തിയുടെയും തിരികെ തന്റെ കാലത്തേക്ക് വന്നു. പക്ഷേ അയാൾ പ്രതീക്ഷിച്ച സമാധാനം നിറഞ്ഞ ഒരു പുതിയ ലോകമായിരുന്നില്ല അയാളെ അവിടെ കാത്തിരുന്നത്. ടൈം മെഷീന്റെ വാതിൽ തുറന്ന ആര്യൻ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. അയാൾ സ്വപ്നം കണ്ട മനോഹരമായ ലോകത്തിനു പകരം മുന്നിൽ കണ്ടതെന്താണല്ലോ? ഒരു പേടി സ്വപ്നം പോലെ എല്ലാം നശിച്ചൊരു ലോകം. ആ പുതിയ ലോകത്തിന്റെ അവസ്ഥ ശരിക്കും ഭയാനകമായിരുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, പറക്കുന്ന കാറുകളില്ല, പകരം കുതിരവണ്ടികൾ. മോഡേൺ എഞ്ചിനീയറിംഗോ ബഹിരാകാശയാത്രയോ അതൊന്നും സംഭവിച്ചിട്ടേയില്ല. അതിനേക്കാളൊക്കെ ഭീകരം, ലോകം മുഴുവൻ സോവിയറ്റ് യൂണിയൻ കീഴടക്കിയിരിക്കുന്നു. എല്ലായിടത്തും അവരുടെ ചെങ്കൊടികൾ മാത്രം. ഹിറ്റ്ലർ ഇല്ലാതായതോടെ അവരെ തടയാൻ ഒരു ശക്തിയുമില്ലാതെയായിപ്പോയി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ആര്യൻ നല്ലതാണെന്ന് കരുതി ചെയ്ത ആ 2 ചെറിയ കാര്യങ്ങൾ, ഒരു ചിത്രകാരനെ സഹായിച്ചതും ഒരു ആപ്പിൾ പിടിച്ചതും, ലോകത്തെ 300 വർഷം പിന്നോട്ട് കൊണ്ടുപോയി. ഇതിനെയാണ് നമ്മൾ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പൂമ്പാറ്റ ചിറകടിക്കുന്നതുപോലെയുള്ള ഒരു നിസ്സാരമായ സംഭവം പിന്നീട് ഒരു കൊടുങ്കാറ്റിനു വരെ കാരണമായേക്കാം. ഇവിടെ ഒരു ചിത്രകാരനും ഒരു ആപ്പിളുമാണ് ലോകത്തിന്റെ ഗതി തന്നെ തിരുത്തിക്കുറിച്ചത്. അപ്പോ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടാകാമല്ലേ? സിമ്പിളാണ്. ഹിറ്റ്ലർ ഇല്ലാതായതോടെ സോവിയറ്റ് യൂണിയനെ നേരിടാൻ ശേഷിയുള്ള ഒരു സൈനിക ശക്തിയായി ജർമ്മനി വളർന്നില്ല. അതേസമയം ന്യൂട്ടന്റെ കണ്ടെത്തൽ ഇല്ലാതായതോടെ സയൻസും ടെക്നോളജിയും അവിടെ നിന്നുപോയി. അപ്പോ ശാസ്ത്രീയമായി പിന്നിൽ നിൽക്കുന്നൊരു ലോകത്തെ സോവിയറ്റ് യൂണിയനെ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ കഴിഞ്ഞു. ആര്യന്റെ ഈ കഥ ശരിക്കും നമ്മളൊരു വലിയ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ചരിത്രത്തിലെ ഓരോ സംഭവവും, അതെത്ര ചെറുതായാലും വലുതായാലും, പരസ്പരം കണ്ണികൾ പോലെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ചരിത്രം ഒരു വലിയ ചങ്ങല പോലെയാണെന്ന് നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അതിലെ ഓരോ കണ്ണിയും ഓരോ സംഭവമാണ്. അതിൽ നിന്ന് ഒരൊറ്റ കണ്ണി നമ്മൾ എടുത്തു മാറ്റിയാൽ എന്ത് സംഭവിക്കും? ആ ചങ്ങല മുഴുവനായി പൊട്ടിപ്പോകും, അല്ലേ? അതുപോലെയാണ് ഇതും. നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത അത്രയും ആഴത്തിലുള്ള ബന്ധങ്ങളാണിത്. ഉദാഹരണത്തിന്, ന്യൂട്ടൻ ഗുരുത്വാകർഷണം കണ്ടെത്തിയതുകൊണ്ടാണ് ഓപ്പൻഹൈമർക്ക് ന്യൂക്ലിയർ ഫിസിക്സിന്റെ അടിസ്ഥാനമിടാൻ കഴിഞ്ഞത്. അതുപോലെ ഹിറ്റ്ലർ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കുമോ എന്ന പേടിയാണ് അമേരിക്കയെ മാൻഹാട്ടൻ പ്രോജക്റ്റിലേക്ക് നയിച്ചത്. കണ്ടില്ലേ, എല്ലാം എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നതെന്ന്. അവിശ്വസനീയമല്ലേ? ശരിക്കും
ചരിത്രത്തിലെ ഇത്തരം ഓരോ പ്രധാന സംഭവങ്ങളിലാണ് നമ്മുടെ ഇന്നത്തെ ലോകം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ന്യൂട്ടന്റെ ആപ്പിൾ ഇല്ലായിരുന്നെങ്കിൽ ആധുനിക ശാസ്ത്രം ഇത്രയും വളരില്ലായിരുന്നു. മാൻഹാട്ടൻ പ്രോജക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ അണുയുഗം ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ മുതലാളിത്തവും കമ്മ്യൂണിസവും തമ്മിലുള്ള ആ പോരാട്ടമില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥകളും ഉണ്ടാകുമായിരുന്നില്ല. ഒരൊറ്റ തൂണ് മാറ്റിയാൽ എല്ലാം തകർന്നു വീഴും. അപ്പോ ആര്യന്റെ ഈ അനുഭവത്തിൽ നിന്നും ചരിത്രത്തിന്റെ ഈ വലിയ ചങ്ങലയിൽ നിന്നും നമുക്ക് ശരിക്കും എന്താണ് മനസ്സിലാക്കാനുള്ളത്? എന്താണിതിന്റെ എല്ലാം പാഠം? നമ്മൾ പഠിക്കുന്ന പാഠം ഇതാണ്. ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ, നമ്മൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ആ കറുത്ത അധ്യായങ്ങൾ പോലും നമ്മുടെ ഇന്നത്തെ ഈ പുരോഗതിയിലേക്കുള്ള വഴിയിലെ ഓരോ ചവിട്ടുപടികളായിരുന്നു. നല്ലതും ചീത്തയും ചേർന്നതാണ് ചരിത്രം. അതിൽ നിന്ന് ഒന്നിനെയും അടർത്തി മാറ്റാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കുന്നത് അത് മാറ്റാനല്ല, ഒരിക്കലുമല്ല, മറിച്ച് അവിടെ സംഭവിച്ച തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ തെറ്റുകൾ തിരുത്താനും അതിലൂടെ നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാനുമാണ്. അപ്പോ പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. ഇന്ന് നിങ്ങളെടുക്കുന്ന വളരെ ചെറിയ ഒരു തീരുമാനം, ഒരു പക്ഷേ അത് നാളത്തെ ലോകത്തെ തന്നെ മാറ്റിമറിച്ചേക്കാമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാലോചിച്ചു നോക്കൂ. നമ്മുടെ ഓരോ ചെറിയ പ്രവൃത്തിക്കും വലിയ വിലയുണ്ട്.